എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ കൗൺസിലിംഗ് രജിസ്ട്രേഷനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കും. വിദ്യാർത്ഥികളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ടുള്ള കൗൺസിലിങ്ങിനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 16-ാം തീയതി മുതൽ 19-ാം തീയതി, അതായത് ഇന്ന് വരെയാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്നുള്ള ഇവിടെയുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്റ്റർ നമ്പർ അതുപോലെ മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുകയും അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നൽകി അതിനുശേഷം നോഡൽ പോളിടെക്നിക് കോളേജ്, അതായത് ഒരു ജില്ലയിൽ ഒരു പോളിടെക്നിക് കോളേജാണ് നോഡൽ ആയിട്ടുണ്ടാവുക. അതായത് ആ ഒരു ജില്ലയിലെ എല്ലാ പോളിടെക്നിക്കിൻ്റെയും ഹെഡ് കോളേജ് ആയിരിക്കും ആ ഒരു പോളിടെക്നിക് കോളേജ്. അപ്പോൾ ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പ്രിൻറ്റ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സെലക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത ശേഷം നിങ്ങളുടെ നോഡൽ പോളിടെക്നിക് കോളേജ് നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഏതാണോ ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് കൗൺസിലിങ്ങിൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവ കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കൗൺസിലിങ്ങിൽ ഹാജരാകുവാൻ അനുവദിക്കുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ, അത് സമയം എപ്പോഴാണ് നിങ്ങൾ ഇത്ര റാങ്ക് മുതൽ ഇത്ര റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾ ഹാജരാവേണ്ടത് എന്നുള്ള രീതിയിലുള്ളതാണ് ഈ ഒരു ഷെഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. അത് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് കറക്റ്റായിട്ട് എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ പോകുന്ന സമയത്ത്, അതായത് ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഒരു ഡെബിറ്റ് കാർഡ് എടുക്കുക. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒറിജിനൽ എടുത്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 21 മുതൽ 24-ാം തീയതി വരെയാണ് ഈ ഒരു കൗൺസിലിംഗ് നടക്കുന്നത്. എത്രയാണ് ഫീസ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഈ ഒരു പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് സെൽഫ് ഫിനാൻസ് ഗവൺമെൻറ് കോളേജുകളിൽ ഫീസായിട്ട് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുന്നത്, അതായത് ഈ കൗൺസിലിങ്ങും അതുപോലെ അഡ്മിഷൻ നടക്കുന്നത് ഈ ഒരു ജൂൺ 21 മുതൽ 24 വരെയാണ്. അതുപോലെ അതിനുശേഷം ബാക്കി വരുന്ന സീറ്റിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ഈ ഒരു ജൂലൈ 5 മുതൽ ജൂലൈ 9-ാം തീയതി വരെയാണ്. അഡ്മിഷൻ അവസാനിക്കുന്നത് ഈ ഒരു 15/9/2024 തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കകം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നേരത്തെ തന്നെ ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ജില്ല കൗൺസിലിംഗ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ജില്ലയിലെ പോളിടെക്നിക് കോളേജുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുക. അപ്പോൾ മറ്റൊരു ജില്ലയിലേക്ക് കൂടി നിങ്ങൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ജില്ല കൂടി സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.